ഒരു ക്ഷീണവുമില്ല. ഇതെല്ലാം നിങ്ങൾ വിചാരിക്കുന്നല്ലേ ഓരോരുത്തർക്കും. നിങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ക്ഷീണിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ചർച്ചയൊക്കെ സംഘടിപ്പിക്കുന്നത് എന്നുള്ള കാര്യം ഞങ്ങൾക്കറിയാം, ജനങ്ങൾക്കും അറിയാം. അല്ല, ഞാനതിലൊന്നും ഇടപെടാൻ ഉദ്ദേശിക്കുന്നില്ല, ഒന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഈ പറഞ്ഞതിൻ്റെ അപ്പുറത്ത് ഒന്നും പറയേണ്ട കാര്യമില്ല. കാരണം അന്വേഷണം നടത്തുന്നതിൻ്റെ മേലെ ഒരു പ്രത്യേക അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് കാര്യങ്ങൾ ഞാൻ വിശദീകരിക്കേണ്ട കാര്യമില്ലല്ലോ. അന്വേഷിക്കട്ടെ. നിങ്ങളെന്തിനാണ് അത് അന്വേഷണം പൂർണ്ണമാകുന്നതിന് മുമ്പ് ഒരഭിപ്രായം പറയുന്നത് അപക്വമായ അഭിപ്രായമായിരിക്കും. അതുകൊണ്ട് പിന്നെ അതിനെപ്പറ്റി പറയേണ്ട യാതൊരു കാര്യമില്ല. നോക്കട്ടെ, അത് പറഞ്ഞിട്ടില്ലേ ഇതുവരെ? ഇവരാണ് ഉത്തരവാദി എന്ന് കോടതി പറഞ്ഞോ? കോടതി പറയട്ടെ. കോടതിയുടെ മുമ്പിലേക്ക് വരുമല്ലോ അന്വേഷണത്തിന്റെ വ്യക്തമായ റിപ്പോർട്ട്. അത് അടിസ്ഥാനപ്പെടുത്തിയിട്ട് വരുമ്പോൾ ആരൊക്കെയാണോ അതിൻ്റെ ഉത്തരവാദികളായിട്ടുള്ളത് അവരെ ആരെയും സംരക്ഷിക്കേണ്ട ഒരു ഉത്തരവാദിത്വവും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിനുള്ള ഗവൺമെന്റിനുണ്ട്. അതാണ് ഞാൻ അന്നും വ്യക്തമാക്കിയത്, ഇന്നും അത് തന്നെയാണ് വ്യക്തമാക്കാനുള്ളത്. ഒരു ക്ഷീണവുമില്ല. ഇതെല്ലാം നിങ്ങൾ വിചാരിക്കുന്നല്ലേ ഓരോരുത്തർക്കും. നിങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ക്ഷീണിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ചർച്ചയൊക്കെ സംഘടിപ്പിക്കുന്നത് എന്നുള്ള കാര്യം ഞങ്ങൾക്കറിയാം, ജനങ്ങൾക്കും അറിയാം. അതാ കാര്യം. അത് വേറെ കാര്യമാണ്. അതിൻ്റെ പേരിൽ അവരില്ലാത്ത എങ്കിൽ അവരെന്തുകൊണ്ടാണ് ഒരു അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് കൊടുത്തത്? അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് കൊടുത്താൽ സ്വാഭാവികമായിട്ടും ഇന്നത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ചർച്ച ചെയ്യല്ലോ. എന്താ ചർച്ച ചെയ്യാൻ അനുവദിക്കാത്തത്? എന്തേ ചർച്ചയ്ക്ക് നിങ്ങൾക്ക് ഭയം? നിങ്ങൾ എന്തിനാണ് പ്രതിപക്ഷം ചർച്ചയ്ക്ക് ഭയപ്പെട്ട് അലങ്കോലമാക്കാൻ ശ്രമിക്കുന്നത്? അതൊരു പ്രധാനപ്പെട്ട ചോദ്യമല്ലേ. ആ ചോദ്യത്തിന് മറുപടി പറയണ്ടേ? നിങ്ങൾ പറയണ്ടേ? നിങ്ങൾ ചോദിക്കണ്ടേ? എന്തിനാണ് അലങ്കോലമാക്കുന്നത്? അത് അസംബ്ലിയിൽ പാർലമെന്ററി സംവിധാനം അടിസ്ഥാനപ്പെടുത്തിയിട്ട് ചർച്ച ചെയ്യാലോ. എന്തേ ചർച്ച ചെയ്യാൻ നിങ്ങൾ തയ്യാറില്ല? നോട്ടീസ് കൊണ്ടുപോകുന്ന സ്പീക്കർ തന്നെ പറഞ്ഞല്ലോ. അതിപ്പോ കോടതിയിലെ മാത്രമല്ല, ഇപ്പൊ കോടതിയിലെ വിധി ഇന്ന് വന്നല്ലോ. ഇന്നത്തെ കുഴപ്പം ഇന്നെന്താണ് ചർച്ച ചെയ്യാൻ തടസ്സം? അത് രാഷ്ട്രീയമാണ്. അത് ഞാൻ നേരത്തെ പറഞ്ഞതാണ് കാര്യം. അത് ഞാൻ ആദ്യം അഡ്വാൻസായിട്ട് പറഞ്ഞു. അത് രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയ മുദ്രാവാക്യത്തിലൊന്നും കീഴടങ്ങാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ഇല്ല എന്ന് എല്ലാവർക്കും അറിയാലോ. രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയത്തിലൊന്നും വഴങ്ങാനൊന്നും ഉദ്ദേശിക്കുന്നില്ല. തോറ്റ് തുന്നം പാടിയിട്ടുള്ള ഒരു സംവിധാനമാണ് UDF എന്ന് പറയുന്ന ഇപ്പോഴത്തെ സംവിധാനം. പല കാര്യത്തിലും എല്ലാ വികസന പ്രവർത്തനത്തിനും എതിരായിട്ടുള്ള നിലപാട് സ്വീകരിക്കുന്നവരാണ് അവർ. നോക്കട്ടെ, അത് കഴിഞ്ഞ് വന്നിട്ടാൻ പറയാം. വരട്ടെ അന്വേഷണം കഴിഞ്ഞ് വരാതെ ഒന്നിനെ പറ്റിയും പാർശ്വമായിട്ടുള്ള അഭിപ്രായം പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അത് കഴിഞ്ഞാൽ എന്തൊക്കെയാണ് എവിടെയൊക്കെയാണെന്നുള്ളതിന്റെ വിവരം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ശാസ്ത്രീയമായിട്ട് ഉത്തരം പറയാറോ. അതിന്റെ വിഷമം സംശയം കിടക്കട്ടെ അവിടെ. സംശയം കുറച്ച് അവിടെ കിടന്നോട്ടെ, അതിനെ വിഷമിപ്പിക്കണ്ട. അതവിടെ കിടക്കട്ടെ സംശയം. ഞങ്ങൾക്കിതിലൊന്നും മറച്ചു വെക്കാനില്ല. നിങ്ങൾ ആരെ സംശയം പറയുന്നു? നിങ്ങളുടെ സംശയമല്ലേ? ഞങ്ങൾക്കെന്ത് സംശയം മതിരിക്കും? ഞങ്ങൾക്കിതിലൊന്നും മറച്ചു വെക്കാനില്ല. കുറ്റവാളികളെ ആരെയും സംരക്ഷിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ആരാണോ കുറ്റവാളി എന്ന് കോടതിയുടെ നിയന്ത്രണത്തിൽ നടക്കുന്ന അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് വരട്ടെ. ആ വരുന്ന കാര്യം അടിസ്ഥാനപ്പെടുത്തിയിട്ട് അപ്പോൾ കാര്യങ്ങൾ ഓരോന്നോരോന്നായി വിശദീകരിച്ച് പറയും. അതിനു മുമ്പ് പാർശ്വമായിട്ട് ഓരോ അഭിപ്രായവും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. സർക്കാരിന് പിന്തുണ കിട്ടുന്നെന്ന് തോന്നുന്ന ഘട്ടത്തിലാണ് ശബരിമലയിൽ സ്വർണം സർക്കാർ കട്ടോണ്ട് പോകുന്നു. അതാണ് രാഷ്ട്രീയം. അതാണ് രാഷ്ട്രീയ പ്രചരണത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത്, പ്രതിപക്ഷം ഉപയോഗിക്കുന്നത്. അതാ കാര്യം. അതുകൊണ്ടൊന്നും കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യത്തിനോട് മൂന്നാം ഘട്ടത്തിലേക്ക് പ്രവേശനം അവസാനിക്കാൻ പോകുന്നില്ല. അത് നിർബന്ധപൂർവ്വം മൂന്നാം ഘട്ടത്തിലേക്ക് പോകുകയും ചെയ്യും. അത് ഇതിൻ്റെ എല്ലാം പേരിൽ അതിലെന്തോ പ്രശ്നം ഉണ്ടാക്കുന്ന അങ്ങനെ ധരിക്കുന്നെങ്കിൽ അത് നടക്കാൻ പോകുന്നില്ല.